പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്ന് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല. കേന്ദ്രമന്ത്രിസഭ നല്ല ടീമാണ്. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും. കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല. ഏതു പാർട്ടിയാണെങ്കിലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നും ജി സുധാകരൻ പറഞ്ഞു. 24 ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ജി സുധാകരൻ മോദിയെയും മോദി സർക്കാരിനെയും പുകഴ്ത്തിയത്. മോദിയെ പുകഴ്ത്തുക മാത്രമല്ല, പിണറായി മന്ത്രിസഭയെ വിമർശിക്കാനും സുധാകരൻ മടിച്ചില്ല. ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു. എല്ലാ വകുപ്പും നന്നായിരുന്നു. ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ വന്നത്. ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു MLAയും പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല. രണ്ടാം പിണറായി സർക്കാരിനെ പലരും വിമർശിക്കുന്നുണ്ട്. ഒരാൾ വിചാരിച്ചാൽ എല്ലാവരെയും അടക്കി ഭരിക്കാനാവില്ല. വീഴ്ചകൾ വന്നാൽ വിമർശിക്കണം, ചൂണ്ടിക്കാട്ടണം. ആരെയും ഭയക്കേണ്ടതില്ല. ഈ സർക്കാരിനെ പാർട്ടി അനുഭാവികളും വിമർശിക്കുന്നുണ്ട്. 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് 1000 കഴുതുകളെ ഒരു സിംഹം നയിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ CPM കോട്ടകളിൽ വിള്ളലുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത മണ്ണിൽ പോലും മൂന്നാമതായി. കായംകുളത്തും പുന്നപ്രയിലും വോട്ട് ചോർന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർന്നത് ചരിത്രത്തിൽ ആദ്യം. BJPക്ക് ഗണ്യമായി വോട്ട് വർദ്ധിച്ചു. സംസ്ഥാനത്ത് 5% വോട്ട് BJPക്ക് അധികം ലഭിച്ചു. പുന്നപ്ര വയലാർ സ്മാരകം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലും പത്തിയൂരും CPM മൂന്നാമതായി. അവിടങ്ങളിൽ BJPയാണ് ഒന്നാമതെത്തിയത്. തന്റെ ബൂത്തിൽ പോലും CPM പിന്നിലാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങളിൽ പാർട്ടി നേതാക്കൾ മറുപടി പറയണം. മുസ്ലിം, ഈഴവ, ധീരവ വോട്ടുകൾ CPMന് നഷ്ടമായി. KK ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് മാധ്യമങ്ങളാണ് പ്രചരിപ്പിച്ചതെന്നും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. സുധാകരന്റെ വിമർശനം വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ ഓളങ്ങളുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.